ചാലക്കുടി പുഴയിലെ കാടുകുറ്റി കടവിൽ കുളിക്കാനിറങ്ങിയ 2 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. കാടുകുറ്റി സ്വദേശികളായ മിനോഷ്, ആഗ്നൽ എന്നിവരാണ് മരിച്ചത്. പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരത്തിന് പതിനായിരങ്ങളെത്തി. ആവേശലഹരിയിൽ തട്ടകക്കാർ. ഷൊർണൂരിൽ ചെന്നൈ മംഗലാപുരം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് പാളം തെറ്റി ഒഴിവായത് വൻ ദുരന്തം. ട്രെയിൻ ഗതാഗതം താളം തെറ്റിയത് യാത്രക്കാരെ ദുരിതത്തിലാക്കി. അരിമ്പൂരിൽ കൂട്ടുകൃഷി സഹകരണ സംഘം ഭരണസമിതിക്കെതിരെ ലക്ഷങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പ് ആരോപണം. പ്രതിഷേധവുമായി കർഷകരുടെ കുത്തിയിരിപ്പ് സമരം. നമസ്കാരം. വാർത്തകൾ വിശദമായി. ചാലക്കുടി പുഴയുടെ കാടുകുറ്റി കോട്ടപ്പടി കടവിൽ കുളിക്കാനിറങ്ങിയ 2 വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. കാടുകുറ്റി ചിറമേൽ ഷൈമോന്റെ മകൻ 14 വയസ്സുള്ള മിനോഷ്, അന്നനാട് പാനിക്കുളം ആൻഡുവിന്റെ മകൻ 14 വയസ്സുള്ള ആഗ്നൽ എന്നിവരാണ് മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു സംഭവം. മിനോഷും ആഗ്നലും പുഴയുടെ പാറയിടുക്കിലെ കുഴിയിലാണ് കുളിക്കാനിറങ്ങിയത്. ഇവിടുത്തെ ആഴമുള്ള ഭാഗത്തേക്ക് ഇരുവരും വഴുതി വീഴുകയായിരുന്നു. ഇവരോടൊപ്പമുണ്ടായിരുന്ന മെൽവിൻ എന്ന കൂട്ടുകാരനാണ് സംഭവത്തിന്റെ ദൃക്സാക്ഷി. ഇരുവരും അപകടത്തിൽപ്പെടുന്നത് കണ്ട് മെൽവിൻ നിലവിളിച്ചുകൊണ്ട് റോഡിലേക്ക് ഓടിപ്പോയി പരിസരത്തുള്ളവരെ വിവരമറിയിക്കുകയായിരുന്നു. ഉടനെ മുതിർന്നവരെത്തി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. അധികം വൈകാതെ ഇരുവരെയും മുങ്ങിയെടുത്ത് ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. മിനോഷിന്റെ വീടിനടുത്തുള്ള ഇറിഗേഷൻ കനാലിലാണ് ഇരുവരും കുളിച്ചുകൊണ്ടിരുന്നത്. ഈ സമയത്ത് കരണ്ട് പോയതിനാൽ പുഴയിൽ നിന്നുള്ള പമ്പിംഗ് നിലയ്ക്കുകയും കനാലിലെ വെള്ളം നിൽക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ഇവർ തൊട്ടടുത്തുള്ള പുഴയിലേക്ക് പോയത്. വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയ സഹപാഠി മെൽവിനെയും കുട്ടിയാണ് പിന്നീട് കുളിക്കാനെത്തിയത്. എന്നാൽ മെൽവിൻ വെള്ളത്തിൽ ഇറങ്ങുന്നതിന് മുൻപേ മിനോഷും ആഗ്നലും അപകടത്തിൽപ്പെട്ടിരുന്നു. അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇരുവരും. പരീക്ഷാ പഠനത്തിനായി ഇവർക്ക് ചൊവ്വാഴ്ച അവധിയായിരുന്നു. അന്നനാട്ടുകാരനായിരുന്ന ആൻഡുവും കുടുംബവും ഈയിടെയാണ് കാടുകുറ്റിയിലെ വാടക വീട്ടിലെത്തിയത്. മൃതദേഹങ്ങൾ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സെന്റ് ജെയിംസ് ആശുപത്രിയിലേക്ക് മാറ്റി. TCV ചാലക്കുടി. പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരത്തിന് പതിനായിരങ്ങളെത്തി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വൻ ജനസാഗരത്തെ സാക്ഷി നിർത്തി. ഉത്രാളിക്കാവിലെ രുതിരഭൂമിയിൽ നടന്ന ദേവസംഗമം അക്ഷരാർത്ഥത്തിൽ വർണ്ണക്കാഴ്ചയായി മാറി. കനത്ത വേനൽ ചൂടിലും ആയിരക്കണക്കിന് പൂരപ്രേമികളാണ് ഉത്രാളിക്കാവിലെ രുദ്രഭൂമിയിലേക്ക് ഒഴുകിയെത്തിയത്. ഉച്ചയ്ക്ക് 11:30 പൂരത്തിന്റെ ആതിഥേയരായ ഏങ്കക്കാട് ദേശത്തിന്റെ പഞ്ചവാദ്യത്തിന്റെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെയുള്ള എഴുന്നള്ളിപ്പിന് ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ തുടക്കമായതോടെ ഉത്രാളിക്കാവ് പൂരത്തിന് തുടക്കമായി. തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റി. കുനിശ്ശേരി അനിയന്മാരാരുടെ പ്രമാണത്തിൽ നടന്ന പഞ്ചവാദ്യം നാദവിസ്മയമായി. 12 മണിയോടെ വടക്കാഞ്ചേരി വിഭാഗത്തിന്റെ ചരിത്രപ്രസിദ്ധമായ നടപ്പുര പഞ്ചവാദ്യത്തോടെയുള്ള എഴുന്നള്ളിപ്പ് കരുമരക്കാട് ശിവക്ഷേത്രത്തിൽ തുടക്കമായി. വൈക്കം ചന്ദ്രന്മാരാരുടെ പ്രമാണത്തിൽ നടന്ന നടപ്പുര പഞ്ചവാദ്യം ആസ്വദിക്കുന്നതിന് ആയിരക്കണക്കിന് പൂരപ്രേമികളാണ് മണിക്കൂറുകൾക്ക് മുൻപേ തന്നെ വടക്കാഞ്ചേരി ശിവക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരുന്നത്. പാമ്പാടി രാജനാണ് വടക്കാഞ്ചേരി ദേശത്തിന് വേണ്ടി തിടമ്പേറ്റിയത്. 1:30 വടക്കാഞ്ചേരി വിഭാഗത്തിന്റെ രാജകീയ പ്രൗഢിയോടെയുള്ള എഴുന്നള്ളിപ്പ് തൃശൂർ ഷൊർണൂർ റോഡിലേക്ക് കയറി ഉത്രാളിക്കാവ് ക്ഷേത്രത്തിലെ ദേവസംഗമത്തിനായുള്ള പ്രയാണം ആരംഭിച്ചു. ഏങ്കക്കാട് ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ നിന്നും പുറത്തു കടന്നതോടെ കുമരനെല്ലൂർ ദേശത്തിന്റെ പഞ്ചവാദ്യത്തോടെയുള്ള എഴുന്നള്ളിപ്പ് ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ ആരംഭിച്ചു. പുതുപ്പള്ളി കേശവനാണ് കുമരനെല്ലൂർ ദേശത്തിന് വേണ്ടി തിടമ്പേറ്റിയത്. ചോറ്റാനിക്കര വിജയന്റെ പ്രമാണത്തിൽ നടന്ന ഗംഭീര പഞ്ചവാദ്യത്തിന് ശേഷം ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ നിന്നും കുമരനെല്ലൂർ ദേശം പുറത്തു കടന്നതോടെ ദേശങ്ങൾ തിരിഞ്ഞുള്ള എഴുന്നള്ളിപ്പിന് തുടക്കമായി. എഴുന്നള്ളിപ്പിന് ശേഷം പൂതൻ, തിറ, ഹരിജൻ വേല, കാളകളി എന്നീ ചെറുപൂരങ്ങൾ ഉത്രാളിക്കാവ് ക്ഷേത്രസന്നിധിയിൽ നിറഞ്ഞാടി. തുടർന്ന് 3 ദേശങ്ങളും ചേർന്നുള്ള മനോഹരമായ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. TCV വടക്കാഞ്ചേരി. ഷൊർണൂരിൽ ചെന്നൈ മംഗലാപുരം സൂപ്പർഫാസ്റ്റ് പാളം തെറ്റി ഒഴിവായത് വൻ ദുരന്തം. പുലർച്ചെ 5:30 ചെന്നൈ മംഗലാപുരം സൂപ്പർഫാസ്റ്റ് പാളം തെറ്റിയത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപ് മേൽപ്പാലത്തിന് സമീപത്താണ് അപകടമുണ്ടായത്. പിന്നിലെ 2 ബോഗികളാണ് പാളത്തിൽ നിന്ന് തെന്നിമാറിയത്. പാളത്തോട് ചേർന്നുള്ള ഇലക്ട്രിക് പോസ്റ്റുകളും ഇടിച്ചു തകർത്തിട്ടുണ്ട്. ബോഗികൾ മറയാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് തിരുവനന്തപുരം പാലക്കാട് പാതയിലെ ട്രെയിൻ ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. പലയിടങ്ങളിലും ട്രെയിനുകൾ പിടിച്ചിട്ടതിനാൽ യാത്രക്കാർ ദുരിതത്തിലായി. മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് സിഗ്നൽ, വൈദ്യുതി സംവിധാനങ്ങളുടെ തകരാറുകൾ തുടങ്ങിയവ പരിഹരിച്ചത്. ട്രെയിൻ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചതോടെയാണ് യാത്രക്കാരുടെ ദുരിതത്തിന് അല്പം ശമനമായത്. അരിമ്പൂർ ചാലാടിപ്പഴം കോളിൽ കൂട്ടുകൃഷി സഹകരണ സംഘം ഭരണസമിതിക്കെതിരെ ലക്ഷങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പ് ആരോപണം.
സംഘം ഓഫീസിന് മുന്നിൽ കർഷകർ കുത്തിയിരിപ്പ് സമരം നടത്തി. 2014 മുതൽ 2018 വരെ സംഘത്തിന് ലഭിച്ച പമ്പിംഗ് സബ്സിഡിയിൽ 6,09,261 രൂപ കൃഷിക്കാർക്ക് നൽകാതെയും കണക്കിൽ കാണിക്കാതെയും സംഘം ഭരണസമിതി തട്ടിയെടുത്തുവെന്നാണ് കർഷകരുടെ ആരോപണം. ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ജില്ലാ പഞ്ചായത്തിൽ നിന്നും ലഭിച്ച 10,89,560 രൂപ കൃഷിക്ക് ഉപയോഗിക്കാതെയും കണക്കിൽ വരവ് വയ്ക്കാതെയും തട്ടിയെടുത്തുവെന്നും കർഷകർ ആരോപിക്കുന്നു. മത്സ്യലേലം, താറാവുലേലം, വൈക്കോൽ ലേലം, ടില്ലർ കൊയ്ത്തുമിതി യന്ത്രം ഇറക്കൽ എന്നിവ പരസ്യലേലം നടത്താതെ ഒത്തുലേലം നടത്തിയെന്നും കർഷകർ പറഞ്ഞു. 4-5 വർഷത്തെ കണക്ക് പരിശോധിച്ചപ്പോൾ ഒരു 6,80,000 രൂപയോളം വരെ കൃഷിക്കാർക്ക് വരവ് വയ്ക്കുകയോ വിതരണം ചെയ്യുകയോ ചെയ്തിട്ടില്ല. എല്ലാവർക്കും പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വിവരാവകാശ നിയമപ്രകാരം നമുക്ക് കിട്ടിയ രേഖകൾ വെച്ച് ഇത് ചെയ്തപ്പോഴാണ് ലക്ഷങ്ങളുടെ അഴിമതിയാണ് ഈ പടവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സംഘത്തിന്റെ അഴിമതിയെക്കുറിച്ച് വിവരാവകാശ രേഖയിൽ കിട്ടിയ തെളിവടക്കം കൃഷിവകുപ്പ്, സഹകരണ വകുപ്പ്, കൃഷിമന്ത്രി എന്നിവർക്ക് പരാതി നൽകിയിട്ടും നടപടിയെടുക്കാതെ അധികാരികൾ ഒത്തുകളിക്കുന്നുവെന്നാണ് കർഷകർ ആരോപിക്കുന്നത്. സഹകരണ സംഘത്തിനെതിരെ ആരോപിക്കുന്ന പരാതികൾ സംബന്ധിച്ച് അതാത് വിഭാഗങ്ങളിൽ നിന്നും തെളിവ് സഹിതം വിവരാവകാശം ലഭിച്ച രേഖകൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് കർഷകർ വ്യക്തമാക്കി. വൻ തട്ടിപ്പുകൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞത് 1,00,000 ചില്ലാൻ രൂപയ്ക്ക് മരുന്ന് തെളിച്ചു കൊണ്ടാണ് കണക്കാണ് ഇവിടെ ചെയ്തത്. അതിൻ്റെയും കണക്ക് ബോധ്യപ്പെടുത്താൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. അതേസമയം അരിമ്പൂർ ചാലാടി പഴംകോൾ സഹകരണ സംഘത്തിനെതിരെ അപവാദ പ്രചരണങ്ങൾ നടക്കുന്നതിൽ ഖേദമുണ്ടെന്നും വ്യാജ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും സംഘം സെക്രട്ടറി VK മോഹനൻ പറഞ്ഞു. TCV അന്തിക്കാട്. 10 ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിൽ പതിനായിരങ്ങൾക്ക് പരാതിയും പരിഭവങ്ങളുമില്ലാതെയാണ് ഉത്സവ പകർച്ച ഒരുക്കിയത്. പ്രശസ്ത പാചക വിദഗ്ധൻ പഴയടം മോഹനൻ നമ്പൂതിരി ആദ്യമായി നേതൃത്വം നൽകിയ ഉത്സവ പകർച്ചയുടെ വിതരണം നടത്തുന്നതിന് ദേവസ്വം ഫിനാൻസ് മാനേജർ P. മനോജ് കുമാറിനായിരുന്നു ചുമതല. ഭംഗിയായി പ്രസാദഊട്ട് അവസാനിച്ചതിന്റെ നന്ദി സൂചകമായി പ്രസാദ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂരപ്പന് വിളക്ക് സമർപ്പിച്ചു. പ്രസാദഊട്ടിനും പകർച്ചയ്ക്കും നേതൃത്വം നൽകിയവരെ ദേവസ്വം അനുമോദിച്ചു. കുറൂരമ്മ ഹാളിൽ നടന്ന അനുമോദന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് KB മോഹൻദാസ്, അഡ്മിനിസ്ട്രേറ്റർ SB ശിശിർ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. കലാഭവൻ മണിക്കുള്ള സ്നേഹോപഹാരമായി സഹോദരൻ RB രാമകൃഷ്ണന് ഡോക്ടറേറ്റ്. മോഹിനിയാട്ടത്തിലെ ഗവേഷണത്തിനാണ് രാമകൃഷ്ണന് ഡോക്ടറേറ്റ് ലഭിച്ചത്. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ നിന്നും ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചപ്പോൾ ചേനത്തുനാട്ടിലെ കലാഗൃഹത്തിലിരുന്ന് രാമകൃഷ്ണൻ മിങ്ങിപ്പൊട്ടുകയാണ്. ജ്യേഷ്ഠന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു തന്റെ ഈ നേട്ടമെന്ന് തൊണ്ടയിടറി രാമകൃഷ്ണൻ പറയുന്നു. കേരള കലാമണ്ഡലത്തിലായിരുന്നു ഡോക്ടറേറ്റ് ഞാൻ ഗവേഷണം ചെയ്യുന്നത്. കലാഭവൻ മണി എന്ന് പറയുന്ന വലിയ കലാകാരനാണ് നമുക്ക് എല്ലാ പ്രോത്സാഹനം തന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ സർട്ടിഫിക്കറ്റും ചേട്ടനോടുകൂടി ഞാൻ നടന്നോടുകൂടിയാണ് ഞാൻ സമർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ അദ്ദേഹം ഇല്ലാതെ ഒരു വിഷമം നന്നായി ഇപ്പോൾ അനുഭവിക്കുകയാണ്. കാരണം എന്നെ വളർത്തിക്കൊണ്ടുവന്ന അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഞാനൊരു ഗുരുവിൻ്റെ സ്ഥാനത്ത് നിന്ന് കാണുന്ന എൻ്റെ സഹോദരൻ അങ്ങേയറ്റം പുരുഷന്മാർക്ക് കടന്നു ചെല്ലാൻ കഴിയാതിരുന്ന കലാരൂപമാണ് മോഹിനിയാട്ടം. ലാസ്യരൂപം മാത്രമേ ഇതിലുള്ളൂ എന്ന സങ്കല്പമാണ് ഇതിനാധാരം. എന്നാൽ താണ്ഡവ രൂപങ്ങൾക്കും മോഹിനിയാട്ടത്തിൽ സ്ഥാനമുണ്ടെന്ന് തെളിയിക്കുന്നതായിരുന്നു രാമകൃഷ്ണന്റെ ഗവേഷണം. കേരള ഹൈക്കോടതി കഴിഞ്ഞാൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ കോടതി സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഇരിങ്ങാലക്കുടയിൽ നടന്നു. 1,68,000 ചതുരശ്രടിയിൽ 7 നിലകളിലായി 10 കോടതികളും അനുബന്ധ സൗകര്യങ്ങളും അടക്കം സംസ്ഥാനത്തെ രണ്ടാമത്തെ വലിയ കോടതി സമുച്ചയമാണ് ഇരിങ്ങാലക്കുടയിൽ ഒരുങ്ങുന്നത്. സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം പ്രൊഫസർ KU അരുണൻ MLA നിർവഹിച്ചു. തൃശൂർ ജില്ലാ ജഡ്ജി സോഫി തോമസ് അധ്യക്ഷത വഹിച്ചു. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി, അഡീഷണൽ സബ് കോടതി, പ്രിൻസിപ്പൽ സബ് കോടതി, ഫാമിലി കോടതി, അഡീഷണൽ മുൻസിഫ് കോടതി, പ്രിൻസിപ്പൽ മുൻസിഫ് കോടതി ഉൾപ്പെടെ അത്യാധുനിക സൗകര്യങ്ങളുമായാണ് കോടതി സമുച്ചയം ഒരുങ്ങുന്നത്. തൃശൂർ PWD ബിൽഡിംഗ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VK ശ്രീമാല, അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് G ഗോപകുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺ നിമ്യ ഷിജു,
വാർഡ് കൗൺസിലർ MR ഷാജു, അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് PJ ജോബി തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ പഞ്ചായത്തിലെ പഴവൂരിൽ പ്രവർത്തിക്കുന്ന 3 സ്റ്റാർ മെറ്റൽ ക്രഷറിൽ നിന്നും പാടശേഖരത്തിലേക്ക് ഒഴുകിയെത്തിയ കരിങ്കൽ പൊടിയും രാസവസ്തുക്കളും കലർന്ന സ്ലറി നീക്കം ചെയ്യൽ ആരംഭിച്ചു. പഞ്ചായത്ത് നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് ക്രഷർ അധികൃതർ സ്ലറി നീക്കം ചെയ്യുന്നത്. സിനിമാ നടൻ രാമുവിന്റെ ഉടമസ്ഥതയിലുള്ള മെറ്റൽ ക്രഷറിൽ നിന്നാണ് സ്ലറി വൻതോതിൽ ഒഴുകിയെത്തി പാടശേഖരത്തിലെ 5 ഏക്കർ വരുന്ന നെൽവയൽ കരിങ്കൽപ്പൊടി മൂടി ഉറച്ച് കൃഷി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായത്. 2 പൊതുകുളങ്ങളും സ്ലറി മൂടി ഉപയോഗശൂന്യമായി. കർഷകരുടെ പരാതിയെ തുടർന്ന് പാടശേഖരത്തിലേക്ക് സ്ലറി ഒഴുകിയെത്തുന്നത് തടയുവാനും നെൽവയലുകളിലും കുളങ്ങളിലും മൂടിക്കിടക്കുന്ന സ്ലറി നീക്കം ചെയ്യുവാനും ക്രഷർ അധികൃതർക്ക് വേലൂർ പഞ്ചായത്ത് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനു പുറമെ സ്ലറി ഒഴുകിയെത്തുന്നത് തടയാൻ മതിൽ കെട്ടാനും വലിയ കിടങ്ങുകൾ നിർമ്മിക്കുവാനും ക്രഷർ അധികൃതർക്ക് പഞ്ചായത്ത് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഷീദ്, വാർഡ് മെമ്പർ AS ചന്ദ്രൻ, സെക്രട്ടറി VG ശ്രീകല, കൃഷി ഓഫീസർ കൃഷ്ണദാസ്, പാടശേഖര സമിതി പ്രസിഡന്റ് AK ഗോപാലൻ, സെക്രട്ടറി KB സത്യൻ എന്നിവരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കർഷകരും സന്ദർശനം നടത്തി പ്രവർത്തികൾ വിലയിരുത്തി. ഇപ്പോൾ 50% പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. ബാക്കി മാർച്ച് 31 മുമ്പ് പൂർത്തിയാക്കാൻ ആവശ്യപ്പെട്ട് പഞ്ചായത്ത് ക്രഷർ ഉടമ രാമുവിന് നോട്ടീസ് നൽകി. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം ക്രഷർ കമ്പനി നഷ്ടപരിഹാരം നൽകിയിരുന്നു. കർഷകരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിക്കുന്നതെന്ന് വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഷീദ് അറിയിച്ചു. TCV ന്യൂസ്, എരുമപ്പെട്ടി. ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കൊടകര കാവിൽ മാഞ്ചേരി ചോലക്കുട്ടി മകൻ 31 വയസ്സുള്ള ഗിരീഷാണ് മരിച്ചത്. ഈ മാസം 22-ന് തൃശൂർ തിരൂരിൽ വെച്ചായിരുന്നു അപകടം. ഗിരീഷ് സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ എതിരെ വന്ന ബുള്ളറ്റ് ഇടിച്ചായിരുന്നു അപകടം. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലും പിന്നീട് ആസ്റ്റർ മെഡിസിറ്റിയിലും ചികിത്സയിലായിരുന്നു. പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിലെ കരാർ ജീവനക്കാരനാണ്. മനുഷ്യാവകാശ കമ്മീഷന്റെ വിധി നടപ്പിലാക്കുന്നില്ലെന്ന ആരോപണവുമായി ഒല്ലൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഒറ്റയാൾ സമരം. ഒല്ലൂർ കോനിക്കര റപ്പായിയാണ് ഒല്ലൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉപവാസ സമരവുമായി രംഗത്തെത്തിയത്. 2016-ൽ തൃശൂർ കോർപ്പറേഷൻ മുൻ കൌൺസിലർ ജോൺ കാഞ്ഞിരത്തിങ്കലിന്റെ കാറിടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന കേസിൽ റപ്പായി അറസ്റ്റ് ചെയ്ത് 14 ദിവസം റിമാൻഡ് ചെയ്തിരുന്നു. എന്നാൽ ഈ കേസ് കെട്ടിച്ചമച്ചതാണെന്ന ആരോപണവുമായി റപ്പായി മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകി. ഇതിനെ തുടർന്ന് റപ്പായിക്ക് നഷ്ടപരിഹാരം നൽകാനും അന്നത്തെ സബ് ഇൻസ്പെക്ടർ പ്രശാന്ത് ക്ലിന്റിനെതിരെയും ASI TV ശിവദാസിനെതിരെയും വകുപ്പുതല അന്വേഷണം നടത്താനും മനുഷ്യാവകാശ കമ്മീഷൻ വിധിച്ചിരുന്നു. എന്നാൽ വിധിയിൽ മാസങ്ങളായിട്ടും യാതൊരു നടപടികളും സ്വീകരിച്ചില്ലെന്ന് റപ്പായി ആരോപിച്ചു. സൈക്കിൾ പോലും ചവിട്ടാനറിയാത്ത എന്നെയാണ് ESI വധശ്രമത്തിന് കേസെടുത്ത് ജയിലിട്ടത്. ഈ കള്ളപ്പരാതി കൊടുത്തവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഉത്തരവ് വന്നത് ESI പ്രശാന്ത് ക്ലിനെതിരെയും ശിവദാസിനെതിരെയും നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ട് ഉത്തരവ് മെയ് മാസം 31 2018 വന്നിട്ടും ഇതുവരെ ഉത്തരവ് നടപ്പാക്കി. മുൻ കൌൺസിലറെ കാറിടിച്ച് വധിക്കാൻ ശ്രമിച്ചുവെന്ന കേസ് പോലീസ് കെട്ടിച്ചമച്ചതാണെന്നും തനിക്ക് കാറോടിക്കാൻ അറിയില്ലെന്നുമാണ് KD റപ്പായിയുടെ നിലപാട്. 2000 പട്ടികജാതി പട്ടികവർഗ തീരദേശ കോളനികളിൽ നടപ്പിലാക്കുന്ന പ്രത്യേക സാക്ഷരതാ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പുതുക്കാട് മന്ത്രി C രവീന്ദ്രനാഥ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ മഞ്ജുള അരുണൻ അധ്യക്ഷയായിരുന്നു. സാക്ഷരതാ മിഷൻ സംസ്ഥാന ഡയറക്ടർ ഡോക്ടർ PS ശ്രീകല മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, ജില്ലാ പഞ്ചായത്ത് അംഗം KJ ഡിക്സൺ, പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി ശിവരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം പെങ്ങാമുക്ക് ചെറുവള്ളിക്കടവിന് സമീപം തകർന്ന താൽക്കാലിക തടയണ പുനർനിർമ്മിച്ചു. വെള്ളിയാഴ്ചയാണ് കനാലിൽ ജലം സംഭരിക്കാനായി നിർമ്മിച്ച തടയണ തകർന്നത്. മേഖലയിലെ കോൾ കർഷകർക്ക് വെള്ളം ലഭിക്കാനാണ് പ്രതിവർഷം ഇവിടെ താൽക്കാലിക തടയണ നിർമ്മിക്കുന്നത്. നിർമ്മാണത്തിലെ അപാകതയാണ് തടയണ തകരാൻ കാരണമെന്ന് കർഷകർ ആരോപിച്ചു. വെട്ടിക്കടവ് കോൾപ്പടവിൽ വെള്ളം ലഭിക്കാനായി അടുത്തിടെ തിരുത്തിക്കാട് ബണ്ടിന്റെ ചീർപ്പുകൾ തുറന്നിരുന്നു. ഉദ്യോഗസ്ഥരെത്തി ആദ്യം 2 ചീർപ്പ് തുറന്നെങ്കിലും കർഷകർ പിന്നീട് 4 ചീർപ്പുകൾ കൂടി തുറക്കുകയുണ്ടായി. ഇതിനെ തുടർന്നുണ്ടായ ശക്തമായ ജലമൊഴുക്കാണ് തടയണ തകരാൻ കാരണമെന്നാണ് കരാറുകാരുടെ പക്ഷം. മണൽ ചാക്കുകൾ നിറച്ച് കരാറുകാർ തന്നെയാണ് വീണ്ടും തടയണ പുനർനിർമ്മിച്ചത്. കരിച്ചാൽ കടവ് തെക്കേപ്പടവിലുള്ള കർഷകർക്ക് കൃഷി ആവശ്യത്തിനുള്ള ജലസംഭരണത്തിനാണ് തടയണ നിർമ്മിച്ചിരിക്കുന്നത്.
നാടകരംഗത്തെ പ്രവർത്തനത്തിന് നാടകസമിതിയുടെ ആദരവ് ഏറ്റുവാങ്ങിയ വിളക്കത്തല ഗോവിന്ദൻ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. ജീവിതത്തിൽ ആദ്യമായി ഗോവിന്ദന് നാടക പ്രസ്ഥാനത്തിന്റെ ആദരവ് ലഭിച്ചത് VK ശ്രീരാമന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം തുടക്കമിട്ട നാടകവേദിയിൽ നിന്നായിരുന്നു. പ്രമുഖ നാടക പ്രവർത്തക നിലമ്പൂർ ആയിഷ, റഫീഖ് അഹമ്മദ് എന്നിവരിൽ നിന്നായിരുന്നു ഗോവിന്ദേട്ടൻ ആദരവ് ഏറ്റുവാങ്ങിയത്. ചൊവ്വാഴ്ച രാവിലെ അന്നംകുളങ്ങര ക്ഷേത്രകുളത്തിൽ കുളിക്കുന്നതിനിടെ ഹൃദയാഘാതത്തെ തുടർന്നാണ് മരിച്ചത്. ദേശീയപാത നന്ദിക്കരയിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചു മറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. പിക്കപ്പ് വാനിലുണ്ടായിരുന്ന സ്ത്രീ ഉൾപ്പെടെ 3 പേർക്കാണ് പരിക്കേറ്റത്. ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലക്കുടി ഭാഗത്തുനിന്ന് വന്നിരുന്ന വാനാണ് അപകടത്തിൽപ്പെട്ടത്. പ്രളയം താണ്ഡവമാടിയ ചാലക്കുടിക്ക് നിരവധി ആശ്വാസ പദ്ധതികളുമായി ചാലക്കുടി നഗരസഭയുടെ ബഡ്ജറ്റ്. 139,69,91,935 രൂപ വരവും 126,02,88,147 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് ചെയർമാൻ വിൽസൺ പാണാട്ടുപറമ്പിൽ അവതരിപ്പിച്ചു. നഗരസഭയുടെ സ്ഥലത്ത് സംസ്ഥാന സർക്കാർ 10 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഇൻഡോർ സ്റ്റേഡിയത്തിന് അനുബന്ധമായി 10 കോടി രൂപയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നതാണ് ബജറ്റ്. ടൗൺ ഹാൾ പൂർത്തീകരണത്തിന് 2 കോടി, മത്സ്യമാംസ മാർക്കറ്റിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 3 കോടി, താലൂക്ക് ആശുപത്രിയിൽ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് 75 ലക്ഷം രൂപ എന്നീ ക്രമത്തിലും തുക നീക്കിവച്ചിട്ടുണ്ട്. ചെയർപേഴ്സൺ ജയന്തി പ്രവീൺകുമാർ യോഗത്തിൽ അധ്യക്ഷയായി. മുല്ലശ്ശേരി പഞ്ചായത്തിലെ ഊരകം നെഹ്റു റോഡ് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി. പഞ്ചായത്ത് 7-ാം വാർഡിലെ ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിനെ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരങ്ങൾ നടന്നിരുന്നു. 3 മീറ്റർ വീതിയും 165 മീറ്റർ നീളവുമുള്ളതാണ് നെഹ്റു റോഡ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചെലവിലാണ് റോഡ് കോൺക്രീറ്റ് ചെയ്തത്. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം നിർവഹിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് K ഹുസൈൻ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ഉൽപാദനം, പാർപ്പിടം, വ്യവസായ മേഖല എന്നിവയ്ക്ക് ഊന്നൽ നൽകി മതിലകം പഞ്ചായത്തിൽ 2019-20 വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. മതിലകം സെന്ററിൽ വ്യവസായ കോംപ്ലക്സ്, മൈതാനം, മൃഗസംരക്ഷണം, ചരിത്ര മ്യൂസിയം, നീന്തൽ പരിശീലനം തുടങ്ങിയ നിരവധി പദ്ധതികൾക്ക് ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. 20,23,7,512 രൂപ വരവും 19,47,86,433 രൂപ ചെലവും വരുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് സുവർണ ജയശങ്കർ അവതരിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് EG സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ആളൂർ പഞ്ചായത്തിലെ പൊരുന്നക്കുന്നിൽ വയോധികരായ വെളിയത്തുപറമ്പിൽ കുഞ്ഞപ്പൻ ചേട്ടന്റെയും കിടപ്പ് രോഗിയായ ഭാര്യ അന്നയുടെയും വീടിന്റെ മെയിൻ വാർക്കയായിരുന്നു ചൊവ്വാഴ്ച. വീടിന്റെ വാർക്ക ജോലികൾക്ക് എത്തിയ പണിക്കാരെ കണ്ട് നാട്ടുകാർ അമ്പരന്നു. കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ വിഭാഗം വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് വീടിന്റെ വാർക്ക ജോലികൾക്ക് സഹായിക്കാനെത്തിയത്. പ്രളയം നാശം വിതച്ച പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി സഹൃദയ മാനേജ്മെന്റും സ്റ്റാഫ് അംഗങ്ങളും വിദ്യാർത്ഥി സുഹൃത്തുക്കളും ഒരുമിച്ച് ചേർന്ന് പണിയിക്കുന്ന വീടിന്റെ കോൺക്രീറ്റ് ആണ് നടക്കുന്നത്. ഈ വീട് പണി പൂർത്തിയാവുന്നതോടെ ഒരു കുടുംബത്തിലൂടെ കിടന്നുറങ്ങുവാനുള്ള ഒരു വീടായി എന്ന വലിയ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയാണ്. പ്രധാന പണിക്കാരോടൊപ്പം മെറ്റലും മണലും സിമന്റും ചുമന്നതും ചട്ടി എറിഞ്ഞതുമെല്ലാം വിദ്യാർത്ഥികളായിരുന്നു. കുംഭത്തിലെ ചുട്ടുപൊള്ളുന്ന വെയിലിനെ വകവയ്ക്കാതെയാണ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ വീട് നിർമ്മാണ ജോലികളിൽ ഏർപ്പെട്ടത്. സഹൃദയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോർജ് പാറേമാനൊപ്പം 40ഓളം വിദ്യാർത്ഥികളും അധ്യാപകരും നിർമ്മാണത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ ജനുവരി 11 പണിയാരംഭിച്ച വീടിന്റെ മെയിൻ വാർക്കയായിരുന്നു നടന്നത്. കാലവർഷക്കെടുതിയിൽ വീട് നഷ്ടപ്പെട്ടവർക്കും വീട് തകർന്ന പാവങ്ങൾക്കും വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയിലെ ആദ്യ വീടാണ് ആളൂരിലേത്. കോളേജ് മാനേജ്മെന്റും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നാണ് വീടുകൾ നിർമ്മിക്കാനുള്ള ഫണ്ട് സ്വരൂപിച്ചത്. TCV കൊടകര. ഇടവേള. അമ്മയ്ക്ക് കളർഫുൾ സാരി ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. അതെ, ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്
ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വീണ്ടും വാർത്തകളിലേക്ക്. ചരിത്ര പ്രസിദ്ധമായ വേലൂർ വെങ്ങിലശ്ശേരി മണിമലർക്കാവിലെ കുംഭഭരണിയോടനുബന്ധിച്ചുള്ള പറപ്പുറപ്പാട് നടന്നു. വിശേഷാൽ പൂജകൾക്കും ചുറ്റുവിളക്ക്, മേളം എന്നിവയ്ക്ക് ശേഷം തിങ്കളാഴ്ച രാത്രിയാണ് പറപ്പുറപ്പാട് ആരംഭിച്ചത്. മാർച്ച് 10, 11, 12 എന്നീ 3 ദിവസങ്ങളിലാണ് കുംഭഭരണി മഹോത്സവം ആഘോഷിക്കുന്നത്. അശ്വതി നാളിൽ വൈകിട്ട് കുതിരവരവ് നടക്കും. ഭരണി നാളിൽ വിവിധ ദേശകുതിരകൾ പങ്കാളികളാകും. കാർത്തിക നാളിൽ കാലത്ത് കുതിരകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പോടെ ഈ വർഷത്തെ കുംഭഭരണിക്ക് സമാപനം കുറിക്കും. പ്രകൃതിയോടടുത്തു ജീവിച്ചാൽ ഒരു പരിധിവരെ രോഗങ്ങളെ അകറ്റി നിർത്താനാവുമെന്ന് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു. മറ്റത്തൂർ പഞ്ചായത്ത് പാലിയേറ്റീവ് പരിചരണ പരിപാടിയുടെ ഭാഗമായുള്ള പാലിയേറ്റീവ് സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രകൃതിയോടടുത്ത് ജീവിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ പല അസുഖങ്ങളും ഒഴിവാക്കാം. ശരീരത്തെ കേടുവരുത്തുന്ന എന്തും വായിലൂടെ അകത്തേക്കിടുന്നതും മാലിന്യമാണ് എന്ന് ഓർക്കണം. പുറത്തേക്ക് വലിച്ചെറിഞ്ഞതിന് മാലിന്യം എന്ന് പറയാ, ആവശ്യമില്ലാത്ത അകത്തേക്കിടുന്നത് അതിനേക്കാൾ വലിയ മാലിന്യമാണ്. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PC സുബ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യാശ പാലിയേറ്റീവ് കെയറിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KJ ഡിക്സൺ, കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് PR പ്രസാദൻ, മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന നന്ദകുമാർ, മൂന്നുമുറി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് പള്ളി വികാരി ഫാദർ ജോസ് മന്നളി, മറ്റത്തൂർ ആരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ AC സരള തുടങ്ങിയവർ സംസാരിച്ചു. വലപ്പാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കുമെന്ന് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR സുഭാഷിണി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 45 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് പദ്ധതികൾ പൂർത്തിയാക്കിയത്. 2019-20 സാമ്പത്തിക വർഷത്തിൽ ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങുന്ന കാര്യം പരിഗണനയിലുണ്ടെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. വൈസ് പ്രസിഡന്റ് EP ശശികുമാർ, സാമൂഹ്യാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ PK ഫാത്തിമ സുഹ്റ, സുലേഖ ജമാലു, നഴ്സിംഗ് സൂപ്രണ്ട് T ശ്രീദേവി തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചാവക്കാട് നഗരസഭ ജനകീയ ആസൂത്രണം 2018-19 പദ്ധതി പ്രകാരം ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് അടക്കമുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്തു. KV അബ്ദുൽ ഖാദർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ NK അക്ബർ അധ്യക്ഷനായി. വൈസ് ചെയർപേഴ്സൺ മഞ്ജുഷ സുരേഷ്, സ്ഥിരം സമിതി അംഗങ്ങളായ KH സലാം, AC ആനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അളഗപ്പ നഗർ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്ന് LDF അംഗങ്ങൾ ഇറങ്ങിപ്പോയി. മണലി കല്ലൂർ റോഡിന് MLA ഫണ്ടിൽ നിന്നും മന്ത്രി C രവീന്ദ്രനാഥ് 15 ലക്ഷം രൂപ നൽകിയത് നിരാകരിച്ചതിലൂടെ ഒരു പ്രദേശത്തിന്റെ വികസനം തടസ്സപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ചാണ് LDF പഞ്ചായത്ത് കമ്മിറ്റി യോഗം ബഹിഷ്കരിച്ചത്. അംഗങ്ങളായ PK വിനോദൻ, ടെസി വിൽസൺ, PK ഫ്രാൻസിസ്, രാജി രാജൻ, MK ബൈജു, PR രാജൻ, സുനിത ഷാജു എന്നിവരാണ് ഇറങ്ങിപ്പോക്ക് നടത്തിയത്. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് രമണി രാജനെതിരെ കോൺഗ്രസ് നടത്തുന്ന കള്ളപ്രചരണങ്ങളിൽ പ്രതിഷേധിച്ച് CPM വെള്ളറക്കാട് സെന്ററിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. ഏരിയ കമ്മിറ്റി അംഗം KD ബാഹുലയൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കമ്മിറ്റി അംഗം P പരമേശ്വരൻ അധ്യക്ഷനായി. PS പ്രസാദ്, PS പുരുഷോത്തമൻ, അഡ്വക്കേറ്റ് KM നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള ചർച്ച് ആക്ട് ബില്ലിനെതിരെ കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിലെ ഓൾ കേരള കാത്തലിക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. വികാരി ഫാദർ ജെയ്സൺ വടക്കുംചേരി, ജെയ്സൺ പാപ്പച്ചൻ, ജാക്സൺ പാറേക്കാടൻ, നെൽസൺ തേക്കിലക്കാടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സർക്കാരിന്റെ 1000 ദിന പരിപാടികളുടെ ഭാഗമായി മാള സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ ഗൃഹോപകരണ വിപണനം ആരംഭിച്ചു. ഗൃഹോപകരണങ്ങൾക്ക് 40% വിലക്കുറവ് നൽകുന്ന തരത്തിലാണ് വിപണനം നടത്തുന്നത്. എല്ലാ വിഭാഗം ഉപഭോക്താക്കൾക്കും ഈ ആനുകൂല്യം ലഭിക്കുമെന്നതാണ് പ്രത്യേകത. ഗൃഹോപകരണങ്ങളുടെ വിപണനം മന്ത്രി P തിലോത്തമൻ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്തു. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ച് ആദ്യ വിൽപ്പന നിർവഹിച്ചു. മാള പഞ്ചായത്ത് പ്രസിഡന്റ് PK സുകുമാരൻ, പഞ്ചായത്ത് മെമ്പർ രഘുനാഥ്, ലിജ N പിള്ള, ഷിഹാബുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. CPMന്റെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ കോൺഗ്രസ് മതിലകം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചു. സാഹിത്യ നിരൂപകൻ ബാലചന്ദ്രൻ വടക്കേടത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് OA ജെൻട്രിൻ അധ്യക്ഷത വഹിച്ചു.
DCC സെക്രട്ടറിമാരായ CC ബാബുരാജ്, CS രവീന്ദ്രൻ, KM ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൊടാലി മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മറ്റത്തൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു. വഴിയോര കച്ചവടം ഒഴിവാക്കുക, അനധികൃത കച്ചവട സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കുക, ലൈസൻസ് നൽകുന്നതിലെ കാലതാമസം ഒഴിവാക്കുക, കൊടാലി ബൈപ്പാസ് റോഡും അനുബന്ധ നിർമ്മാണം പൂർത്തീകരിക്കുക, പാർക്കിംഗ് ഗ്രൗണ്ടും പൊതു ടോയ്ലറ്റും സജ്ജീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വ്യാപാരികൾ ധർണ നടത്തിയത്. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PG രഞ്ജിമോൻ ധർണ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി IR അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. മർച്ചന്റ്സ് വെൽഫെയർ ട്രസ്റ്റ് പ്രസിഡന്റ് CK പ്രഭാകരൻ, മർച്ചന്റ്സ് യൂത്ത് വിംഗ് പ്രസിഡന്റ് ഇഗ്നേഷ്യസ് ജോസ്, വനിതാ വിംഗ് ജില്ലാ സെക്രട്ടറി ഫൗസിയ ഷാജഹാൻ, PP രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപക സർവീസ് സംഘടന കുന്നംകുളം മേഖലാ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കാൽനട പ്രചരണ ജാഥയ്ക്ക് എരുമപ്പെട്ടിയിൽ സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PS നാരായണൻകുട്ടി, KGOF ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ KR അജയ്, NGO ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KS ബിനോയ് തുടങ്ങിയവരെ ഹാരമണിയിച്ച് സ്വീകരിച്ചു. ഡെന്നി ഡേവിഡ്, CI ജോൺസൺ, PT ദേവസി തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ നായാട്ടുകുണ്ടിൽ വനഭൂമിയോട് ചേർന്ന് ചെങ്കുത്തായ പ്രദേശത്ത് സ്വകാര്യ വ്യക്തികൾ നടത്തിവരുന്ന ഭൂപരിവർത്തനവും പാറമടയും നിർത്തിവെക്കണമെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ പ്രദേശം സന്ദർശിച്ച പഠന സംഘം ആവശ്യപ്പെട്ടു. പ്രദേശത്തെ 40ഓളം വീടുകൾക്കും അംഗൻവാടി, ആരോഗ്യ കേന്ദ്രം, ജലസംഭരണി എന്നിവയ്ക്കും ഖനനം ഭീഷണിയാണെന്നും സംഘം ചൂണ്ടിക്കാട്ടി. TN മുകുന്ദൻ, M മോഹൻദാസ്, KK അനീഷ് കുമാർ, AT ജോൺ തുടങ്ങിയവരാണ് സ്ഥലം സന്ദർശിച്ചത്. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷനായിരുന്നു. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി ശിവരാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ അവാർഡ് ജേതാക്കളെ ചടങ്ങിൽ ആദരിച്ചു. തിരുവില്ലാമല സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഉച്ചയ്ക്ക് ശേഷം ഡോക്ടർമാരുടെ സേവനം ആരംഭിച്ചു. UR പ്രദീപ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് B തങ്കമ്മ അധ്യക്ഷത വഹിച്ചു. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR മണി മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M പത്മകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് ക്ഷീര വികസന ഓഫീസ് മുഖേന നടപ്പിലാക്കി വരുന്ന പദ്ധതി ഗുണഭോക്താക്കൾക്ക് ധനസഹായം നൽകി. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ അധ്യക്ഷയായിരുന്നു. ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ മിനി രവീന്ദ്രൻ, ക്ഷീരവികസന ഓഫീസർ PH സബിത, ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. അളകപ്പനഗർ പഞ്ചായത്തിലെ ജനറൽ വിഭാഗത്തിൽപ്പെട്ട 191 പേർക്ക് കട്ടിൽ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് സനൽ മന്നളി അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് അംഗങ്ങളായ ഭാഗ്യവതി ചന്ദ്രൻ, ജോസി ജോണി, പ്രിൻസി ഡേവിസ്, വനജ വിജയൻ, MK ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. തിരുവില്ലാമല ശ്രീ വില്ലാദ്രിനാഥ ക്ഷേത്രത്തിലെ അഷ്ടമി വിളക്ക് ഭക്തിസാന്ദ്രമായി. ശീവേലി, മേളം, കളഭാഭിഷേകം, അന്നദാനം, ദീപാരാധന എന്നിവ നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. നെന്മണിക്കര പഞ്ചായത്ത് എറവക്കാട് കുടുംബാരോഗ്യ ഉപകേന്ദ്രം മന്ത്രി C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല മനോഹരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KJ ഡിക്സൺ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM ബാബു തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം പഞ്ചായത്തിൽ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. ET ടൈസൺ MLA വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് അഖില വേണി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ തുടങ്ങിയവർ സംസാരിച്ചു. 180 പേർക്കാണ് കട്ടിൽ വിതരണം ചെയ്തത്. ക്ഷീരവികസന വകുപ്പ് പഴയന്നൂർ ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിൽ തിരുവില്ലാമല ആനപ്പാറ ക്ഷീര സംഘം വഴി നടപ്പിലാക്കിയ തരിശ് ഭൂമിയിലെ തീറ്റപ്പുൽ കൃഷി പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്കുള്ള ധനസഹായ വിതരണവും തീറ്റപ്പുല്ലിന്റെ ആദ്യ വിൽപ്പനയും നടന്നു. UR പ്രദീപ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR മണി അധ്യക്ഷത വഹിച്ചു. തീറ്റപ്പുല്ലിന്റെ ആദ്യ വിൽപ്പന പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M പത്മകുമാർ നിർവഹിച്ചു. തിരുവില്ലാമല ആനപ്പാറ ക്ഷീര സംഘം പ്രസിഡന്റ് KP മുരളി, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ N കുമാരൻ, പഴയന്നൂർ ക്ഷീര വികസന ഓഫീസർ A സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു.
പഴയന്നൂരിൽ പ്രവർത്തനം ആരംഭിച്ച കൈരളി ഇക്കോ ഷോപ്പിന്റെ ഉദ്ഘാടനം UR പ്രദീപ് MLA നിർവഹിച്ചു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജൻ അധ്യക്ഷത വഹിച്ചു. കൈരളി ഇക്കോ ഷോപ്പ് ഭരണസമിതി അംഗം T. രാംകുമാർ, പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ PS സുലൈമാൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ തങ്കപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് അധ്യാപക സർവീസ് സംഘടന സമരസമിതിയുടെ മേഖലാ കാൽനട പ്രചാരണ ജാഥയ്ക്ക് പഴയന്നൂരിൽ സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ ഡോക്ടർ VM ഹാരിസ്, വൈസ് ക്യാപ്റ്റൻ CV ഡെന്നി, മാനേജർ PG കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി പുഴയിലെ കാടുകുറ്റി കടവിൽ കുളിക്കാനിറങ്ങിയ 2 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. കാടുകുറ്റി സ്വദേശികളായ മിനോഷ്, ആഗ്നൽ എന്നിവരാണ് മരിച്ചത്. പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരത്തിന് 10,000 ആവേശലഹരിയിൽ തട്ടകക്കാർ. ഷൊർണൂരിൽ ചെന്നൈ മംഗലാപുരം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് പാളം തെറ്റി ഒഴിവായത് വൻ ദുരന്തം. ട്രെയിൻ ഗതാഗതം താളം തെറ്റിയത് യാത്രക്കാരെ ദുരിതത്തിലാക്കി. അരിമ്പൂരിൽ കൂട്ടുകൃഷി സഹകരണ സംഘം ഭരണസമിതിക്കെതിരെ ലക്ഷങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പ് ആരോപണം. പ്രതിഷേധവുമായി കർഷകരുടെ കുത്തിയിരിപ്പ് സമരം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.